ഒറ്റ സീരിയലിനും റേറ്റിംഗ് ഇല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ ചെമ്പനീർപ്പൂവ്, മഴതോരം മുൻപേ, പത്തരമാറ്റ്, കാറ്റത്തെ കിളിക്കൂട്, പവിത്രം ഒന്നിനും റേറ്റിംഗ് ഇല്ല. കുത്തനെ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ആ സ്ഥാനം മാത്രം അവിടെ ഉണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താണ് കാര്യം? റേറ്റിംഗ് ഇല്ല സാധനത്തിന്. ഒന്നോ രണ്ടോ സീരിയലുകൾ റേറ്റിംഗ് അതുപോലെ നിലനിർത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ടോപ്പ് 5 സീരിയൽസ് ടോപ്പ് 5 എന്ന് പറയാൻ മാത്രമുണ്ട്, അല്ലാണ്ട് അത് കാണാനും ആരുമില്ല. അത് ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ TRP ഭയങ്കര ഡൗൺ ആണ്. അറിഞ്ഞോ നിങ്ങൾ സംഭവം? ഈ ആഴ്ചയിലെ റേറ്റിംഗ് വന്നിട്ടുണ്ട്. റേറ്റിംഗിന്റെ വിശേഷങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോയും ചെയ്യണം. നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്യരുത്. അപ്പോൾ റേറ്റിംഗ് വന്നിരിക്കുകയാണ് വീക്ക് 13, അതായത് മാർച്ച് 28 മുതൽ ഏപ്രിൽ 3 വരെയുള്ള റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. സീരിയലുകളുടെ റേറ്റിംഗ് ആ പൊസിഷൻ എല്ലാം സെയിം അതുപോലെ തന്നെ ഉണ്ടെങ്കിലും റേറ്റിംഗ് എല്ലാം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ ആഴ്ച കൂടുന്തോറും കയറി പോകുന്നല്ലേ പറയുന്നത്. ഇതിപ്പോ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം? അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ സീരിയലുകളും കാണുന്നവർ കമന്റ് ചെയ്യാട്ടോ. എന്തായാലും നമുക്ക് പൊസിഷൻസിലോട്ട് പോവാം. ഒന്നാം സ്ഥാനത്ത് പതിവ് പോലെ തന്നെ ചെമ്പനീർപ്പൂവ് തന്നെയാണ്. 14.4 പോയിന്റ് ആണ് ചെമ്പനീർപ്പൂവിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 15 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. അപ്പം സീരിയൽ ഇടിഞ്ഞു. ഒന്നാം സ്ഥാനം ഉണ്ടെങ്കിലും പോയിന്റുകൾ ഇടിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും ഒന്നാം സ്ഥാനം തന്നെ ആയിരുന്നേ. അടുത്ത് രണ്ടാം സ്ഥാനത്ത് കാറ്റത്തെ കിളിക്കൂടാണ്. 13.1 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 14.4 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. ഈ ആഴ്ച 1 പോയിന്റിന് മുകളിലായിട്ട് ഇടിഞ്ഞു പോയി. ശരിക്കും ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം കാറ്റത്തെ കിളിക്കൂടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ചയും 2ാം പൊസിഷനിലായിരുന്നു, പക്ഷേ പൊസിഷൻ അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. TRPയിൽ ഇടിഞ്ഞു. കാറ്റത്തെ കിളിക്കൂട് ഇടിഞ്ഞു. 3ാം പൊസിഷനിൽ പത്തരമാറ്റാണ്. 12.9 പോയിന്റാണ് ഈ പറയുന്ന പത്തരമാറ്റിനുള്ളത്. കഴിഞ്ഞ ആഴ്ച 14 പോയിന്റ് ഉണ്ടായിരുന്നു. 14 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. സ്ഥാനം മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷേ TRP ഇടിഞ്ഞു, പോയിന്റുകൾ ഇടിഞ്ഞു, റേറ്റിംഗ് ഇടിഞ്ഞു. ഓക്കെ, കാരണം കാണുന്നവർ പറയുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ മാർച്ച് 28 മുതൽ ഏപ്രിൽ 3 വരെയുള്ള എപ്പിസോഡുകളെ പറ്റിയുള്ള അഭിപ്രായം പറയുക. 4ാം സ്ഥാനത്ത് പവിത്രമാണ്. 12.1 ആയി പവിത്രം. കഴിഞ്ഞ ആഴ്ച 13 ഉണ്ടായിരുന്നു, ഇപ്പൊ 12.1 അതും TRP ഇടിയാണ് ചെയ്തത്. സ്ഥാനം സെയിം, കഴിഞ്ഞ ആഴ്ച 4 ഈ ആഴ്ച 4 തന്നെയാണ്. 5ാം സ്ഥാനത്ത് മഴതോരം മുൻപേ 11.8 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 12.3 പോയിന്റ് ഉണ്ടായിരുന്നതാണ്, അതും ഇടിഞ്ഞു. 5ാം സ്ഥാനം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആ സീരിയലും ഇടിഞ്ഞു. ശരിക്കും മഴതോരം മുൻപേ ഒക്കെ കുറച്ചും കൂടിയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊന്ന് കയറി വരാനുള്ള സീരിയലുകളാണ്. പിന്നെ എന്താണ് പറ്റുന്നതെന്ന് അറിയത്തില്ല. ടോപ്പ് 5 ചെമ്പനീർപ്പൂവ്, കാറ്റത്തെ കിളിക്കൂട്, പത്തരമാറ്റ്, പവിത്രം, മഴതോരം മുൻപേ ഉണ്ടെങ്കിൽ 5 സീരിയലിന്റെയും റേറ്റിംഗ് ഇടിഞ്ഞിരിക്കുകയാണ്. പൊസിഷനിൽ വ്യത്യാസം വന്നെങ്കിൽ 5 സീരിയലുകളും നല്ല രീതിക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഓരോ പോയിന്റ് വെച്ച് എല്ലാത്തിൻ്റെയും നല്ലപോലെ ഇടിഞ്ഞിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് ഈ പുഴയും കടന്നാണ്. 9.4 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 10.10 പോയിന്റ് 10.1 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലാണ്, അത് ഇടിഞ്ഞു. 6ാം സ്ഥാനം തന്നെയാണ്, എന്നാലും ആ സീരിയൽ ഇടിഞ്ഞു. 7ാം സ്ഥാനത്തോട്ട് അഡ്വക്കേറ്റ് അഞ്ജലി കയറിയിട്ടുണ്ട്. 5.9 പോയിന്റാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിന്റെ TRPയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച 6.4 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലായിരുന്നു അഡ്വക്കേറ്റ് അഞ്ജലി. അപ്പൊ TRPയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച 8ാം പൊസിഷനിലായിരുന്നു. ഇപ്പൊ 7ാം പൊസിഷനിലോട്ട് കയറി. അത് മിടുക്കെന്നൊന്നും പറയണ്ട, കാരണം 7ാം പൊസിഷനിൽ എന്ന സീരിയലിന്റെ റേറ്റിംഗ് ഇടിഞ്ഞു. റേറ്റിംഗ് ഇടിഞ്ഞിട്ട് അത് വന്നതാണ്, അല്ലാതെ വലിയ മിടുക്കല്ല. പോയിന്റ് ഇൻക്രീസ് ചെയ്ത് കൂടി കയറിയതല്ല അഡ്വക്കേറ്റ് അഞ്ജലി. പറഞ്ഞ മനസ്സിലല്ല. അവർ ഇടിഞ്ഞത് കൊണ്ട് ഇവർ ഓട്ടോമാറ്റിക്കലി മോളിൽ കയറിയതാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്ക് പോയിന്റിൽ ഇൻക്രീസ് വന്നിട്ടില്ല അഡ്വക്കേറ്റ് അഞ്ജലിക്ക്. അടുത്ത് 8ാം സ്ഥാനത്ത് സാന്ത്വനം 2 ആണ്. 5.8 പോയിന്റാണ്. വളരെ മോശം. കഴിഞ്ഞ ആഴ്ച 7 പോയിന്റ് ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. ഇപ്പൊ 5.8 TRPയിൽ ഇടിഞ്ഞു, പൊസിഷനിലും ഇടിഞ്ഞു. 7ാം സ്ഥാനത്ത് നിന്നിരുന്ന സീരിയലായിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് 8ാം സ്ഥാനത്തോട്ട് തള്ളപ്പെട്ടു. 9ാം സ്ഥാനത്ത് നമ്മുടെ സ്നേഹക്കൂട്ടാണ് കയറിയിട്ടുണ്ട്. 3.4 ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ച 3.4 തന്നെയാണ്, പക്ഷെ പൊസിഷനിൽ കയറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച 10ാം സ്ഥാനത്തായിരുന്നു, ഈ ആഴ്ച 9ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട്. TRPയിലൊന്നും കൂടുതലൊന്നും കുറവൊന്നും വന്നിട്ടില്ല. അടുത്ത്
10ാം സ്ഥാനത്ത് ഇഷ്ടം മാത്രമാണ് 3.2 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും സെയിം 3.2 പോയിന്റ് ആണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച 11ാമത്തെ പൊസിഷനിലായിരുന്നു. ഇപ്പം 10ാമത്തെ പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഇഷ്ടം മാത്രം. ഓക്കെ, 10ാമത്തെ പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. 11ാമത്തെ സ്ഥാനത്ത് ടീച്ചറമ്മയാണ് 3.1 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 3.6 പോയിന്റ് ഉണ്ടെന്ന സീരിയലായിരുന്നു, ഇടിഞ്ഞു. 9ാം സ്ഥാനത്ത് കിടന്ന ടീച്ചറമ്മ 11ാം സ്ഥാനത്ത് എത്തി. വമ്പൻ പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺ ആയി, ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ബൈ പൊസിഷൻ വൈസ് ആയാലും TRP വൈസ് ആയാലും എല്ലാത്തിലും ഡൗൺ ആയി. അടുത്ത് മൗനരാഗം മനോരോഗം 2.7 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 3.1 പോയിന്റ് ഉണ്ടായിരുന്നു. 12ാം സ്ഥാനത്ത് തന്നെയാണ്. അതിന് അർഹിച്ച സ്ഥാനം തന്നെയാണ് ആൾക്കാർ കൊടുത്തവിടെ ഇരുത്തിയിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് കണ്ട് മടുത്തടേ, മടുത്ത് അത്ര മാത്രം ഇത്രയും മനുഷ്യനെ വിറപ്പിച്ച ഒരു സീരിയൽ വേറെ ഉണ്ടാവൂല. ഒരു മെയിൻ പ്ലോട്ട് ഇല്ലേ കഥ, ഇത് മെയിൻ പ്ലോട്ട് എങ്ങാണ്ടൊക്കെയോ പോയി എന്താണ്ടൊക്കെയോ ചെയ്യുന്ന ഒരു സീരിയലായിട്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിന്റെ TRP റേറ്റിംഗിൽ ഒരു സീരിയൽ പോലും ഒരു 0.01 പോയിന്റ് പോലും കൂടിയിട്ടില്ല, ഇടിഞ്ഞതല്ലാണ്ട്. ചെമ്പനീർപ്പൂവ്, കാറ്റത്തെ കളിക്കൂട്, പത്തരമാറ്റ്, പവിത്രം, മഴതോരം മുൻപേ, ഈ പുഴയും കിടന്ന്, അഡ്വക്കേറ്റ് അഞ്ജലി, സാന്ത്വനം 2, സ്നേഹക്കൂട്ട്, ഇഷ്ടം മാത്രം, ടീച്ചറമ്മ, മൗനരാഗം ഒരെണ്ണം പോലും TRPയിൽ കൂടിയിട്ടില്ല, ഒരു പൊടിക്ക് പോലും കൂടിയിട്ടില്ല. പിന്നെ സെയിം ആയിട്ട് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ച ഒരുപോലെ നിൽക്കുന്നത് സ്നേഹക്കൂട്ടും ഇഷ്ടം മാത്രമാണ്. കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല എന്നുള്ള ലെവൽ. ബാക്കി എല്ലാം ഇടിഞ്ഞു, ബാക്കി എല്ലാ സീരിയലുകളും ഇടിഞ്ഞു. ഇനിയിപ്പോൾ കളിയൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ്, കളിയൊക്കെ നടക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം കൊണ്ടായിരിക്കും മിക്കവാറും ഇടിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് 5 സീരിയൽസ് വരെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കാണുന്നവർ പറയുക നമ്മുടെ IPL ഒക്കെ നടക്കുന്ന കൊണ്ടാണോ ഇടിയുന്നത്, കളി നടക്കുന്ന കൊണ്ടാണോ, അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.